പവർ, ഇൻഡസ്ട്രിയൽ ആൻഡ് റെയിൽവേ മേഖലകളിലെ പ്രധാന ബിസിനസ്സുകളുള്ള ഒരു എഞ്ചിനീയറിംഗ് കോൺഗ്ലോമറേറ്റ്. യൂട്ടിലിറ്റികൾ, വ്യവസായങ്ങൾ എന്നിവർക്കായി ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, എൻഡ് ടു എൻഡ് സൊല്യൂഷനുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായ CG പവറാണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ഇംഗ്ലണ്ടിലെ REB ക്രോംപ്ടൺ ആൻഡ് കമ്പനി എന്ന പേരിൽ ആരംഭിച്ചതു മുതൽ 1937 മുംബൈയിൽ സ്ഥാപിക്കുന്നതുവരെ ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ കൃത്യമായ ലെഗസി കെട്ടിപ്പടുത്ത കമ്പനിയാണ് CG പവർ. 80 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് തലപ്പത്തിലെ വീഴ്ചകൾ കാരണം 2019 വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. സാമ്പത്തിക തട്ടിപ്പും ഭരണപരമായ വീഴ്ചകളും കാരണം CG പവർ ഇക്കാലയളവിലുടനീളം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ലയബിലിറ്റീസ് വൻതോതിൽ കുറച്ചു കാണിച്ചതും ചില മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ ഫണ്ട് വകമാറ്റിയതും കമ്പനിയെ ക്രൈസിസിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത കമ്പനിയുടെ പ്രവർത്തന മികവും ഫൈനാൻഷ്യൽ അനാലിസിസും മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളും ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ. 2019 സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്നും കമ്പനി കരകയറിയത് എങ്ങനെയാണ്? 2020 സെപ്റ്റംബറിൽ മുരുകപ്പ ഗ്രൂപ്പ് 700 കോടിക്ക് CG പവറിന്റെ 56.61% കൺട്രോളിംഗ് സ്റ്റേക്സ് ഏറ്റെടുത്തതോടെയാണ് നിർണായകമായ ട്രാൻസ്ഫോർമേഷന്റെ തുടക്കം. ഇത് വെറുമൊരു ഏറ്റെടുക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു തന്ത്രപരമായ രക്ഷാപ്രവർത്തനം കൂടിയായിരുന്നു. അതായത് പ്രതിസന്ധിയിൽ വലയുന്ന കമ്പനികളെ പാപ്പരത്ത ഒഴിവാക്കാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സഹായിക്കുന്നതിന് പല ബാങ്കുകളും സിൻഡിക്കേറ്റ് ഫോം ചെയ്യാറുണ്ട്. അങ്ങനെ 2161 കോടി കടമുണ്ടായിരുന്ന കമ്പനിയുടെ 1100 കോടി കടവും 14 ബാങ്കുകൾ എഴുതി തള്ളുകയായിരുന്നു. ബാക്കിയുള്ളവയിൽ 650 കോടി വായ്പാദാതാക്കൾക്ക് അപ്ഫ്രണ്ട് പേയ്മെന്റ് ആയി നൽകി. കൂടാതെ 200 കോടിയുടെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സും പ്രോപ്പർട്ടി സെയിലിലൂടെ 150 കോടിയുടെ സെറ്റിൽമെന്റും നടത്തി. കോംപ്രഹെൻസീവ് ഡെറ്റ് റീസ്ട്രക്ചറിംഗ് ആണ് മുരുകപ്പ ഗ്രൂപ്പ് CG പവറിനായി നടത്തിയത്. ഇതോടെ 2022 മാർച്ചോടെ CG പവർ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ കമ്പനിയായി മാറുകയും ചെയ്തു. ആദ്യം നമുക്ക് ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വാല്യൂ ചെയിനിൽ വെൽ ഡൈവേഴ്സിഫൈഡ് ആയ 3 പില്ലർ മോഡൽ ഉപയോഗിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ ടെൻഷൻ മോട്ടോറുകളുടെ നിർമ്മാതാവ് എന്ന നിലയിൽ കമ്പനി മാർക്കറ്റ് ലീഡർഷിപ്പ് നിലനിർത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ AC മോട്ടോറുകളിൽ 1ാം സ്ഥാനവും DC മോട്ടോർ സെഗ്മെന്റിൽ 2ാം സ്ഥാനവും വഹിക്കുന്നുണ്ട്. അടുത്തത് പവർ സിസ്റ്റംസ് ആണ്. ബെൽജിയം, ഹംഗറി, ഇന്ത്യ, ഇന്തോനേഷ്യ, അയർലൻഡ്, ഫ്രാൻസ്, UK എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആഗോള സാന്നിധ്യമുള്ള ട്രാൻസ്ഫോമറുകൾ, സ്വിച്ച് ഗിയർ, ടേൺ കീ ട്രാൻസ്മിഷൻ പ്രൊജക്ടുകൾ എന്നിവ ഈ ഹൈ വാല്യൂ സെഗ്മെന്റിൽ ഉൾപ്പെടുന്നു. അവസാനത്തേത് റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ലോക്കോമോട്ടീവ് എഞ്ചിനുകളോ പാസഞ്ചർ കോച്ചുകളോ അല്ലെങ്കിൽ ഫ്രൈറ്റ് കാറുകളെയോ ആണ് റോളിംഗ് സ്റ്റോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഈ റോളിംഗ് സ്റ്റോക്കിൽ ഉൾപ്പെടുന്ന ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിനുള്ള ഏകദേശം 40% എക്യുപ്മെന്റ്സ് ഈ കമ്പനിയാണ് സെർവ് ചെയ്യുന്നത്. ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ സംവിധാനത്തിനായുള്ള 500 മുതൽ 600 കോടിയുടെ കവച് ഓർഡർ 2024 കമ്പനി സ്വന്തമാക്കിയത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി തദ്ദേശീയമായ ചിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകി വരികയാണ്. അതിന്റെ ഭാഗമായി ഈ അടുത്ത് ന്യൂഡൽഹിയിൽ നടന്ന സെമികോൺ ഇന്ത്യ 2025 ആദ്യത്തെ ഇൻഡിജീനിയസ് ചിപ്പായ വിക്രം 32 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയുണ്ടായി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെമി കണ്ടക്ടർ മേഖലയിൽ അതിവേഗം ബഹുദൂരം മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇത് എന്നതിൽ സംശയമില്ല. രാജ്യത്തെ ആദ്യത്തെ ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് അഥവാ OSAT ഫെസിലിറ്റി ഗുജറാത്തിലെ സനന്ദിൽ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതിൽ CG പവർ എന്ന കമ്പനി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഏകദേശം 7600 കോടി നിക്ഷേപം ഉൾക്കൊള്ളുന്ന
ജപ്പാനിലെ റെനസാസ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷനുമായും തായ്ലൻഡിലെ സ്റ്റാർസ് മൈക്രോ ഇലക്ട്രോണിക്സുമായുമുള്ള സംയുക്ത സംരംഭമാണ് ഇത്. CG പവറിന്റെ ഫൈനാൻഷ്യൽ ഓർഡർ ബുക്ക് ഗ്രോത്തിന് സെമി കണ്ടക്ടർ സംരംഭം പോസിറ്റീവായി സംഭാവന നൽകുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരാം. CG പവറിന്റെ തലവര മാറ്റിയ മുരുകപ്പ ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കലിന് ശേഷം വളരെ ഇംപ്രസീവും ഒപ്പം റെസിലിയന്റുമായ വളർച്ചയാണ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കാണാൻ സാധിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 2025 ആദ്യ പാദത്തിൽ സ്ട്രോങ് നമ്പേഴ്സ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ 2228 കോടി, ഗ്രോസ് മാർജിൻ 14.67%. ഇനി നെറ്റ് ഇൻകത്തിലേക്ക് വന്നാലും 241 കോടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 10.8% മാർജിൻ. ഈ പാദത്തിൽ കമ്പനി ഹെൽത്തിയായ ലാഭക്ഷമത കൈവരിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ആൻഡ് പവർ സിസ്റ്റം വിഭാഗങ്ങളിലുടനീളം ശക്തമായ ഡിമാൻഡ് ഈ പ്രകടനത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത പാദത്തിൽ കമ്പനി 2413 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 8.3% വളർച്ച. ഗ്രോസ് മാർജിനിലേക്ക് വരുമ്പോൾ 12.2%. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലേക്ക് വരുമ്പോൾ 9.7% കുറവും രേഖപ്പെടുത്തിയിരിക്കുന്നു. നെറ്റ് ഇൻകത്തിലേക്ക് വരുമ്പോൾ 221 കോടി, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുന്ന സമയത്ത് 8.4% നമ്പേഴ്സ് കുറഞ്ഞിരിക്കുന്നു. ഇനി മാർജിനിലേക്ക് വന്നാലും 9.2% ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെയിൽസിൽ 8.3% വളർച്ച ഉണ്ടായിരുന്നിട്ടും മാർജിൻ കംപ്രഷൻ കാരണം പ്രോഫിറ്റബിലിറ്റി കുറയുന്നതിലേക്ക് നയിച്ചു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കമ്മോഡിറ്റികളിലെയും റോ മെറ്റീരിയൽ വിലവർധനയും ഉപഭോക്താക്കളിലേക്ക് പാസ് ഓൺ ചെയ്യാൻ കഴിയാത്തതും ലോ മാർജിനുകളുള്ള റെയിൽവേ ഓർഡറുകൾ ലഭിച്ചതുകൊണ്ടുമാണ് ഈ കംപ്രഷൻ കാണാനിടയായത്. മെറ്റീരിയൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡസ്ട്രിയൽ സിസ്റ്റം സെഗ്മെന്റിനെയും ബാധിച്ചിട്ടുണ്ട്. മൂന്നാം പാദത്തിൽ കാര്യങ്ങൾ അല്പം കൂടി ഫേവറബിൾ ആയി. റവന്യൂവിന്റെ കേസിലേക്ക് വന്നാൽ 2516 കോടിയാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 4.3% വർധന. ഇനി ഗ്രോസ് മാർജിൻ പരിശോധിച്ചാലോ, 13.15%. നെറ്റ് ഇൻകത്തിലേക്ക് വന്നാൽ 238 കോടി, 9% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വ്യത്യാസമുണ്ട്. 9.6% മാർജിനും കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം പാദത്തിൽ കമ്പനി അതിന്റെ പ്രോജക്ട് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസ് ചെയ്യുകയും എഫിഷ്യൻസി മെഷേഴ്സ് മെച്ചപ്പെടുത്തുകയും ചെയ്തതോടെ ഓപ്പറേഷണൽ റിക്കവറി കാണാനിടയായി. ചെലവ് നിയന്ത്രണത്തിലും മികച്ച പ്രോജക്ട് നിർവഹണത്തിലും മാനേജ്മെന്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രോഫിറ്റബിലിറ്റി ലെവൽസ് റീസ്റ്റോർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നാലാം പാദത്തിലേക്ക് എത്തിയപ്പോൾ വീണ്ടും കാര്യങ്ങൾ അല്പം കൂടി മെച്ചപ്പെട്ടു. റവന്യൂ 2753 കോടി, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 9.4% മുന്നേറ്റം. എഗെയിൻ ഗ്രോസ് മാർജിനിലേക്ക് വന്നാലും 12.6% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻകം 272 കോടിയാണ്, അതായത് പാദാടിസ്ഥാനത്തിൽ 12.9% മുന്നേറ്റം. മാർജിൻ 9.9%-ആയുമാണ് കണക്കുകൾ വന്നത്. ഹൈ മാർജിൻ പവർ പ്രോജക്ടിന്റെ നടത്തിപ്പും ശക്തമായ ഓർഡർ ബുക്ക് കൺവേർഷനും സ്ട്രോങ് ക്വാർട്ടർലി റവന്യൂ ഗ്രോത്തിന് കാരണമായി. പവർ സിസ്റ്റം സെഗ്മെന്റിൽ നിന്നുമാണ് മികച്ച പ്രൈസ് റിയലൈസേഷൻ ഉണ്ടായത്. ഏറ്റവും ഒടുവിലത്തെ ക്വാർട്ടർലി പെർഫോമൻസ് പരിഗണിക്കുമ്പോഴും ഗ്രോത്ത് മൊമെന്റം സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കണക്കുകളിലെ മുന്നേറ്റം തന്നെയാണ് ഇതിനാധാരം. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്വാർട്ടർലി വരുമാനത്തോടെ ഈ പാദം സുസ്ഥിരമായ വളർച്ചാ വേഗത പ്രകടമാക്കിയിട്ടുണ്ട്. സ്ട്രോങ് ഓർഡർ ബുക്ക് എക്സിക്യൂഷൻ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്നിവയാൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 29.2% എന്ന മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. കണക്കുകൾ നോക്കുമ്പോൾ റവന്യൂ 2878 കോടി, ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 4.6% മുന്നേറ്റം. ഇയർ ഓൺ ഇയർ ആകട്ടെ 29.2% മുന്നേറ്റമുണ്ട്. ഇനി ഗ്രോസ് മാർജിൻ 13.23%. നെറ്റ് ഇൻകം 269 കോടി. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 1.1% ഇടിവുണ്ടെങ്കിലും ഇയർ ഓൺ ഇയർ ബേസിസ് പരിശോധിക്കുന്ന സമയത്ത് 11.6% വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ അനാലിസിസിലേക്കാണ്. മുരുകപ്പ ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കലിന് ശേഷം കമ്പനിയുടെ ഫൈനാൻഷ്യൽ റേഷ്യോസ് കാര്യമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തേത് റിട്ടേൺ ഓൺ ഇക്വിറ്റി പരിശോധിക്കാം. ക്രൈസിസ് ലെവലിൽ നിന്നും 2025 സാമ്പത്തിക വർഷം എത്തിയപ്പോഴേക്കും
25.4% എന്ന ഹെൽത്തിയായ വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാര്യക്ഷമമായ ഇക്വിറ്റി യൂട്ടിലൈസേഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ROCE. ലേറ്റസ്റ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 30.6% എന്ന സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൈവരിച്ചിരിക്കുന്നത്. അസറ്റ് ഹെവി മാനുഫാക്ചറിംഗ് കമ്പനി എന്ന നിലയിൽ ഈ നമ്പേഴ്സ് CG പവർ മികച്ച രീതിയിലാണ് ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. 2021 സാമ്പത്തിക വർഷത്തിൽ 2.7 ടൈംസ് ആയിരുന്ന ഈ റേഷ്യോ 2025 സാമ്പത്തിക വർഷത്തിൽ 320.3 ടൈംസ് ആയി അസാധാരണമായ പുരോഗതിയാണ് പ്രകടമാക്കിയത്. സക്സസ്ഫുൾ ഡെറ്റ് എലിമിനേഷൻ സ്ട്രാറ്റജി ആൻഡ് റോബസ്റ്റ് ക്യാഷ് ജനറേഷനെയാണ് ഇത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തും ചലഞ്ചസും പരിശോധിക്കാം. മേജർ അഡ്വാൻറ്റേജായി ആദ്യം തന്നെ കണക്കാക്കേണ്ടത് സെഗ്മെന്റുകളിലുടനീളമുള്ള കമ്പനിയുടെ മാർക്കറ്റ് ലീഡർഷിപ്പ് തന്നെയാണ്. AC മോട്ടോറുകളിലെ ഡോമിനന്റ് പൊസിഷൻ, സ്ട്രോങ് പവർ സിസ്റ്റം പ്രസൻസ്, ഒപ്പം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റെയിൽവേ മാർക്കറ്റ് ഷെയർ എന്നിവ കമ്പനിയുടെ കൃത്യമായ ആധിപത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, 320 ടൈംസിന്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ എന്ന സ്റ്റാറ്റസും അർത്ഥമാക്കുന്നത് കമ്പനി ശക്തമായ ക്യാഷ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റോ മറ്റ് കമ്പനികളുടെ ഏറ്റെടുക്കലുകളോ CG പവറിന് അനായാസം സാധ്യമാകും. ഇനി തേർഡ് പോയിന്റ്, ഗ്രോത്ത് സെക്ടർ എക്സ്പോഷർ ആണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും റെയിൽവേ നവീകരണത്തിനും റിന്യൂവബിൾ എനർജി എക്സ്പാൻഷനുമായി മൾട്ടി ഇയർ വിസിബിലിറ്റിയാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ പ്രധാന മുന്നേറ്റ സാധ്യതകൾക്ക് പുറമേ നേരിടുന്ന വെല്ലുവിളികൾ കൂടി നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രീമിയം വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ് ആദ്യത്തെ ചലഞ്ച്. പിയർ ഗ്രൂപ്പ് കമ്പനികളുടെ PE ആയ 59 ടൈംസും ഇൻഡസ്ട്രി PE ആയ 36ഉം പരിഗണിക്കുമ്പോൾ 117 ടൈംസിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത്. വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഹൈ ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ള കമ്പനി എന്ന നിലയിൽ മാർക്കറ്റിലും ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട് എന്നതാണ് ഈ റേഷ്യോ അർത്ഥമാക്കുന്നത്. റോ മെറ്റീരിയൽ ഇൻഫ്ലേഷനും കോമ്പറ്റേറ്റീവ് ബിഡിംഗും ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയുടെ മാർജിനുകളിൽ ഈ റിസ്ക് പ്രതിഫലിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഓപ്പറേഷണൽ പ്രഷേഴ്സ് നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുക. CG പവറിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സർക്കാർ മൂലധന നിക്ഷേപം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പോളിസി ഡ്രിവൻ സെക്ടേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും സർക്കാരിന്റെ നയ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കമ്പനിയുടെ വരുമാനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പോളിസി ഡിപ്പെൻഡൻസ് ആണ് അടുത്ത മേജർ റിസ്ക് ഫാക്ടർ. ക്വാളിറ്റി ആയ ഒരു മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സക്സസ്ഫുൾ ആയ കോർപ്പറേറ്റ് ട്രാൻസ്ഫർമേഷന് മികച്ച ഉദാഹരണമാണ് CG പവർ. കരുത്തുറ്റതും വിപണിയിൽ കൃത്യമായ നേതൃസ്ഥാനവുമുള്ള ഒരു പ്ലാറ്റ്ഫോം കെട്ടിപ്പടുത്തിരിക്കുകയാണ് മുരുകപ്പ ഗ്രൂപ്പ്. കൃത്യമായ ദൃശ്യബാധ, കടബാധ്യതയില്ലാത്ത ബാലൻസ് ഷീറ്റ്, സ്ട്രോങ് കോമ്പറ്റേറ്റീവ് പൊസിഷൻസ് എന്നിവ മാത്രം മതി ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് സ്റ്റോറിയിൽ ഈ കമ്പനിയുടെ സാന്നിധ്യം മനസ്സിലാക്കി തരാൻ. വളർച്ചയ്ക്ക് അനുകൂലമായ ധാരാളം ഫാക്ടേഴ്സ് ഉള്ളപ്പോഴും നിലവിലെ വാല്യുവേഷൻസ് അല്പം കൺസേണിംഗ് ആണ്. ബിസിനസ് ക്വാളിറ്റിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഹൈ വാല്യുവേഷനെ സാധൂകരിക്കുന്നത്. ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റിന് വെയിറ്റ് ചെയ്ത ശേഷം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക. മുരുകപ്പ ഗ്രൂപ്പിന്റെ ടേക്ക് ഓവറിന്റെ സമയത്ത് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 41 രൂപയിലായിരുന്നു. അവിടെ നിന്നും നാളിതുവരെ 1700% നേട്ടമാണ് ഓഹരികൾ നൽകിയിരിക്കുന്നത്. മാർച്ച് 2020 കമ്പനി 5110 കോടി രൂപ സെയിൽസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നും ടേക്ക് ഓവറിന് ശേഷം ട്രെയിലിംഗ് സെയിൽസ് നോക്കുമ്പോൾ 10,559 കോടിയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് സെയിൽസിൽ ഇരട്ടി മുന്നേറ്റം. കൂടാതെ ഇതേ കാലയളവിൽ 1331 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഏകദേശം 1000 കോടിക്കടുത്ത് തന്നെ ലാഭത്തിലേക്ക് കമ്പനി തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. കടക്കെണിയിലും തട്ടിപ്പിലും പെട്ടിരുന്ന ഒരു കമ്പനി സാമ്പത്തികമായി മികവുറ്റതും സമാനതകളില്ലാത്ത ഓപ്പറേഷണൽ എക്സലൻസും കൈമുതലാക്കി മുരുകപ്പ ഗ്രൂപ്പിന് കീഴിൽ പതിയെ പ്രതാപകാലത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസിനെ നമുക്ക് വിലയിരുത്താം. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഉപദേശം തേടുക.
ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.